ഒരു ബ്രേക്കപ്പിന് ശേഷം ലൈഫിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണോ? നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബ്രിങ് ഔട്ട് ദി ക്രിയേറ്റിവിറ്റി. നിങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റി എന്താണോ അതിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. ചില ആളുകൾക്ക് മനോഹരമായിട്ട് എഴുതാൻ സാധിക്കും, ചില ആളുകൾക്ക് പാട്ട് പാടാൻ സാധിക്കും, മ്യൂസിക് കമ്പോസ് ചെയ്യാൻ സാധിക്കും, വരയ്ക്കാൻ സാധിക്കും. അതെന്തുമായിക്കോട്ടെ, അത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ യൂട്യൂബ് പേജോ ഒക്കെ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യുക. ആദ്യമൊക്കെ ഔട്ട് ഓഫ് പെയിൻ ആയിരിക്കും നിങ്ങൾ ഓരോ ക്രിയേറ്റിവിറ്റിയും വരുന്നത്. പക്ഷെ പിന്നീട് ആളുകൾ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങും. നിങ്ങൾക്ക് മെസ്സേജസ്, കമൻസ്, ഫോളോവേഴ്സ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴത്തേനും ഔട്ട് ഓഫ് പെയിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഓരോ വർക്കും പിന്നീട് നിങ്ങൾ ഫോർ എ പർപ്പസ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളെ ഹീല് ചെയ്യാനായിട്ട് സഹായിക്കും. രണ്ട്, നിങ്ങളുടെ ഫോണിലുള്ള ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ ചാറ്റുകൾ, ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനെയൊന്നും റീവിസിറ്റ് ചെയ്യാതിരിക്കാം. പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മുടി, കണ്ണ്, കാലൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചേക്കും. അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. മൂന്ന്, ഒരു ക്ലോഷറിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, എന്നെ ഇട്ടിട്ട് പോകണമായിരുന്നോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരം തേടി പോകരുത്. ലെറ്റ് ഇറ്റ് ഗോ. അതിൻ്റെതായ വഴിക്ക് വിട്ടേക്കുക. നാല്, നിങ്ങൾ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ബോഡിയെയും മൈൻഡിനെയും നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സസൈസസ് ചെയ്യാം, ജിമ്മിൽ പോവാം. ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജേർണലിങ് ചെയ്യാം, മെഡിറ്റേഷൻസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് സെൽഫ് കെയർ ചെയ്യാം. നെക്സ്റ്റ്, പ്ലീസ് ഡോണ്ട് ഗോ ബിഹൈൻഡ് ദാറ്റ് പേഴ്സൺ അഗൈൻ. ആ വ്യക്തിയുടെ പുറകിലേക്ക് വീണ്ടും മെസ്സേജസ് അയച്ച് അല്ലെങ്കിൽ വിളിക്കാൻ ശ്രമിക്കാതെ പ്ലീസ് ട്രൈ ടു ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ അതിപ്പോഴും അതിങ്ങനെ ഹൈഡായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ പുതിയ പുതിയ സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് തരുന്ന പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക. ചിലപ്പോൾ അതൊരു പുതിയ സ്കില്ല് പഠിക്കാനായിട്ടായിരിക്കും, എന്തെങ്കിലും ഒന്ന് സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഡാൻസിങ്ങോ, പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാനായിട്ടായിരിക്കും. ചില ആളുകൾക്ക് അത് നന്നായിട്ട് ട്രാവൽ ചെയ്യാനായിട്ടായിരിക്കും. ചില ആളുകൾക്ക് നമ്മളുടെ ബിസിനസ് വളർത്താനായിട്ടായിരിക്കും. അപ്പം നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യാം. നമുക്ക് എക്സൈറ്റ്മെന്റ് തരുന്ന എന്തിലാണേലും അതിലൊരു ഗോള് സെറ്റ് ചെയ്യാം, എന്നിട്ട് അത് അച്ചീവ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വേഗം തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. അപ്പം ഇപ്പോഴും ഒരു ബ്രേക്കപ്പിന് ശേഷം ലൈഫിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണ്ടേ? അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുത്തോളൂ.